നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത സുരേഷ്. പ്രധാന വാർത്തകൾ. ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ കൊടകരയിൽ പണിമുടക്കി ഹർത്താൽ ആചരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റിയിടുന്ന പണികൾ പൂർത്തിയായി വരികയാണെന്ന് പ്രസിഡന്റ് മിനി ദാസൻ. സ്വപ്ന സാഫല്യമായി കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളിയിൽ പാലം ഉയരുന്നു. കോടാലി മാങ്കുറ്റിപ്പാടത്ത് തോട്ടിലേക്കിടിഞ്ഞ് അപകടാവസ്ഥയിലായ റോഡ് കെട്ടിസംരക്ഷിക്കാൻ നടപടിയായില്ല. വാർത്തകൾ വിശദമായി. കൊടകരയിലെ ഓട്ടോ ഡ്രൈവർ സുനീഷിനെ വാടക വിളിച്ചുകൊണ്ടുപോയി ആലുക്കപ്പാടത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊടകരയിലെ ഓട്ടോ തൊഴിലാളികൾ വെള്ളിയാഴ്ച പണിമുടക്കി ഹർത്താൽ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. ആൻഡു വെട്ടത്തുപറമ്പിൽ, KV നൈജോ, മുരളി എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊടകര ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കേടുവന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിച്ചു തുടങ്ങിയതായി പ്രസിഡന്റ് മിനി ദാസൻ അറിയിച്ചു. 1 മുതൽ 4 വരെയുള്ള വാർഡുകളിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതിനോടകം മാറ്റിയിട്ടു കഴിഞ്ഞതായും മറ്റു വാർഡുകളിലെ തെരുവ് വിളക്കുകൾ മാറ്റിയിടുന്ന പണികൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ വഴിവിളക്കുകൾ കത്തിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചു തുടങ്ങി. 1 മുതൽ 5 വരെ വാർഡുകളിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അത് 19 വാർഡുകളിലേക്കും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നന്നാക്കുന്നതിനുള്ള എല്ലാ പ്രാരംഭ നടപടികളും ആരംഭിച്ചു. കൊടകര മേഖലയിലെ ജനങ്ങളുടെ 3.5 പതിറ്റാണ്ടു കാലത്തെ കാത്തിരിപ്പ് സഫലമാക്കിക്കൊണ്ട് കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളിക്കടവിൽ പാലം ഉയരുന്നു. കൃഷിക്കും ഗതാഗതത്തിനും ഒരുപോലെ ഉപകരിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പണി ഇവിടെ പുരോഗമിക്കുകയാണ്. KCV ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മറ്റത്തൂർ, പറപ്പൂക്കര, പുതുക്കാട്, വരന്തരപ്പിള്ളി പഞ്ചായത്തുകളിലെ ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയിലേക്ക് ജലസേചന സൗകര്യം എത്തിക്കാനും ഈ മേഖലയിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പുതിയ യാത്രാമാർഗം തുറക്കാനും ഉതകുന്ന ആറ്റപ്പള്ളി പദ്ധതിക്കായി 1970 മുതലേ ആവശ്യമുയർന്നിരുന്നു. സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. പിന്നീട് K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആറ്റപ്പള്ളി പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും സർവേ നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഇറിഗേഷൻ അധികൃതരോട് നിർദ്ദേശിക്കുകയുമുണ്ടായി. ഒരു ഘട്ടത്തിൽ ശിലാസ്ഥാപന തീയതി പോലും നിശ്ചയിക്കപ്പെട്ട പദ്ധതി പിന്നീട് ഏറെക്കാലം ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നു. മുൻ MLA KP വിശ്വനാഥൻ ആറ്റപ്പള്ളി പദ്ധതിക്ക് വേണ്ടി ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പദ്ധതി പിന്നെയും നീണ്ടുപോയി. 2006 കൊടകര MLA ആയി എത്തിയ പ്രൊഫസർ C. രവീന്ദ്രനാഥ് ആറ്റപ്പള്ളി പദ്ധതിക്ക് വേണ്ടി നടത്തിയ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് തടസ്സങ്ങൾ നീങ്ങി പദ്ധതിക്ക് പച്ചക്കൊടി കിട്ടിയത്. 3 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. തൂണുകളുടെ പണി പൂർത്തിയാക്കുകയും ആദ്യ സ്പാൻ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത മാർച്ച് മാസത്തോടെ പണികൾ പൂർത്തീകരിക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ പാലം തുറക്കപ്പെടുന്നതോടെ കൊടകരയിൽ നിന്നും വരന്തരപ്പിള്ളി, ചിമ്മിനി ഡാം എന്നിവിടങ്ങളിലേക്ക് ഇപ്പോഴുള്ള യാത്രാദൂരം പകുതിയോളം കുറയും. ഇനിയൊരു ഇടവേള. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. വസ്ത്രവിസ്മയങ്ങളുടെ മായ കാഴ്ചകളുമായി പന്തല്ലുക്കാരൻ സിൽക്സ്, കൊടകര. ഏറ്റവും പുതിയ ഫാഷനിലും ഡിസൈനിലുമുള്ള വെഡിംഗ് സാരികളുടെ കമനീയ ശേഖരം. സ്ത്രീ സൗന്ദര്യത്തെ തൊട്ടുണർത്തുന്ന വൈവിധ്യമാർന്ന ചുരിദാർ മെറ്റീരിയലുകൾ, പാർട്ടി വെയറുകൾ, ഒപ്പം
ലേറ്റസ്റ്റ് ട്രെൻഡി മോഡൽ ജെൻസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളും കിഡ്സ് വെയറുകളും. പന്തല്ലൂക്കാരൻ സിൽക്സ് AC ഷോറൂം കൊടകര, an exclusive silk saree showroom. ഗൃഹോപകരണ വിപണന രംഗത്തെ പുത്തൻ വിസ്മയം മാതാ ഹോം അപ്ലയൻസസ്, വെള്ളിക്കുളങ്ങര റോഡ്, കൊടകര. ലാൻഡ്മാർക്കിന്റെ 125 ഷോപ്പുകളിലേക്കായി നടത്തുന്ന പർച്ചേസ് ആനുകൂല്യം മാതാ ഹോം അപ്ലയൻസസിലൂടെ അനുഭവിച്ചറിയൂ. നിങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന കമ്പനികളായ സോണി, LG, സാംസങ്, പാനസോണിക്, ഒനിഡ, വീഡിയോകോൺ, സാൻസുയി, അക്കായി തുടങ്ങിയ ടിവികൾ, DVD-കൾ, ഹോം തിയേറ്ററുകൾ, പ്രമുഖ കമ്പനികളുടെ ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, AC എന്നിവയുടെ ആകർഷകങ്ങളായ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. കൂടാതെ പ്രമുഖ കമ്പനികളുടെ ക്രോക്കറി ഉൽപ്പന്നങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഗ്യാസ് സ്റ്റൗ, കുക്കർ എന്നിവ മിതമായ വിലയിൽ ലഭിക്കുന്നു. മനസ്സിനിണങ്ങുന്ന ഗൃഹോപകരണങ്ങൾക്ക് മറ്റെന്തിനേക്കാളും നല്ലത് മാതാ ഹോം അപ്ലയൻസസ് തന്നെ. മാതാ ഹോം അപ്ലയൻസസ്, വെള്ളിക്കുളങ്ങര റോഡ്, കൊടകര. ആധുനിക യുഗത്തിന്റെ പ്രൗഢിയും പ്രതാപത്തോടെയും കൊടകരയ്ക്ക് പുതിയ മുഖമായി നിങ്ങൾക്കിതാ ഒരു സിറ്റി സെന്റർ. അനേകം ദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളിപ്പാലം കൊടകരയുടെ വികസനത്തിന് കാരണമാകുമ്പോൾ അതിലൊരു പൊൻതൂവലായി നമ്മുടെ സിറ്റി സെന്ററും. നഗരവികസനത്തിന്റെ അവസാന വാക്കായ മെട്രോപൊളിറ്റൻ സിറ്റികൾക്കൊപ്പം ഇനി കൊടകരയും. അതിവിശാലമായ ബേസ്മെന്റ് കാർ പാർക്കോട് കൂടിയ 4 നിലകളിലായി 32,000 സ്ക്വയർ ഫീറ്റിൽ ലിഫ്റ്റ് ഫെസിലിറ്റിയോടെ അണിഞ്ഞൊരുങ്ങുന്ന ഷോപ്പിംഗ് സാമ്രാജ്യം. നഗരവീഥികളിലെ ഗതാഗത കുരുക്കുകളിൽ നിന്ന് നിങ്ങൾക്കിനി പരിപൂർണ മോചനം. സിറ്റി സെന്റർ ഷോപ്പിംഗ് മാൾ. ഒപ്പം വിനോദ കാഴ്ചകൾ വിരുന്നു നൽകാൻ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും. ഇനി ഷോപ്പിംഗ് ഹൃദ്യമായ ഒരു അനുഭവമാക്കാം. സിറ്റി സെന്റർ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡിന് സമീപം, കൊടകര. ഫോൺ 048032599797. മൊബൈൽ 9349259797. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രാങ്കണത്തിൽ അപൂർവ നിറത്തിലുള്ള പ്രാവിൻ കുഞ്ഞിനെ കണ്ടെത്തി. അമ്പലപ്രാവിനോട് സാമ്യമുള്ള ഇതിന്റെ ചിറകിലും മുതുകിലും തത്തയുടേതുപോലുള്ള പച്ച നിറമാണുള്ളത്. ഇന്ന് രാവിലെയാണ് ക്ഷേത്രാങ്കണത്തിൽ വിചിത്ര നിറമുള്ള പ്രാവിൻ കുഞ്ഞിനെ കണ്ടെത്തിയത്. ദൃശ്യങ്ങളിലേക്ക്. കല്ലേറ്റിങ്കര സർവീസ് സഹകരണ ബാങ്കിന്റെ അവാർഡ് ദാനവും ജീവകാരുണ്യ സംരംഭങ്ങളുടെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചടങ്ങ് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷത വഹിക്കും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ, മികച്ച നെൽകർഷകർ, ക്ഷീര കർഷകർ, തൊഴിലുറപ്പ് യൂണിറ്റുകൾ, അംഗൻവാടികൾ എന്നിവർക്ക് ചടങ്ങിൽ അവാർഡുകൾ നൽകും. വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി NC ജോസിനുള്ള യാത്രയയപ്പും സ്നേഹോപഹാര സമർപ്പണവും ഇതോടൊപ്പം നടക്കും. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK ജോസഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾ കോക്കാട്ട്, മുൻ MLA TU രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടത്ത് റോഡിന്റെ ഒരു വശം തോട്ടിലേക്ക് ഇടിഞ്ഞു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. കോടാലി മാങ്കുറ്റിപ്പാടം റോഡിലെ പാലത്തിന് സമീപത്താണ് റോഡിന്റെ കരിങ്കൽ കെട്ട് തകർന്ന് റോഡിലേക്ക് ഇടിയാറായി നിൽക്കുന്നത്. 5 വർഷം മുമ്പാണ് ഇവിടെ കരിങ്കൽ കെട്ട് ഭാഗികമായി തകർന്ന് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താഴുന്നത്. ഇതേ തുടർന്ന് ഒരാഴ്ചയോളം ഇതുവഴി ഭാരവാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു. എന്നാൽ റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 4 സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന റോഡിന്റെ ഇടിഞ്ഞ ഭാഗത്ത് കോൺക്രീറ്റ് ഭിത്തി കെട്ടി അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോടാലി മാങ്കുറ്റിപ്പാടത്ത് വെള്ളിക്കുളം വലിയ തോടിന് നടുവിൽ രൂപപ്പെട്ട തുരുത്ത് കൗതുക കാഴ്ചയാകുന്നു. ഒരു മൺകൂര പോലെ രൂപപ്പെട്ട ഈ കൊച്ചു തുരുത്ത് ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ വിസ്തൃതമായി കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റിലെ ഗൂഗിൾ മാപ്പിൽ പോലും ഈ തുരുത്ത് ഇപ്പോൾ വ്യക്തമായി കാണാനാകും. വർഷക്കാലത്ത് തോട്ടിൽ മലവെള്ളം പൊങ്ങുമ്പോൾ ഒലിച്ചു വരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞുകൂടുന്നതാണ് തുരുത്തിന്റെ വിസ്തൃതി വർഷം തോറും ഏറി വരുന്നതിന് കാരണം. നീരൊഴുക്കിന് തടസ്സമാകും വിധം തോടിന് നടുവിൽ വളരുകയാണ് ഈ മൺതുരുത്ത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാവേരി ജ്വല്ലേഴ്സ്, കൊടകര. മനസ്സിൽ
BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് കാവേരി ജ്വല്ലേഴ്സ് കൊടകര. സ്വർണം ഗ്രാമിന് 2625 രൂപ, പവന് 21,000 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ കൊടകരയിൽ പണിമുടക്കി ഹർത്താൽ ആചരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റിയിടുന്ന പണികൾ പൂർത്തിയായി വരികയാണെന്ന് പ്രസിഡന്റ് മിനി ദാസൻ. സ്വപ്ന സാഫല്യമായി കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളിയിൽ പാലം ഉയരുന്നു. കോടാലി മാങ്കുറ്റിപ്പാടത്ത് തോട്ടിലേക്കിടിഞ്ഞ് അപകടാവസ്ഥയിലായ റോഡ് കെട്ടി സംരക്ഷിക്കാൻ നടപടിയായില്ല. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.